സിപിഎമ്മിലെ നിലവിലെ തകർച്ചയെക്കുറിച്ചും കോൺഗ്രസിനുള്ളിലെ ഐക്യത്തെക്കുറിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുകയാണ്. ജി സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുന്നത് സിപിഎം നേരിടുന്ന കടുത്ത പ്രതിസന്ധിയുടെ തെളിവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബംഗാളിലെ പോലെ പാർട്ടി ശിഥിലമാകുന്ന കാഴ്ചയാണ് കേരളത്തിലും കാണുന്നതെന്നും ഇനിയും കൂടുതൽ നേതാക്കൾ പുറത്തുവരാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ കെ സുധാകരന് പാർട്ടിയിൽ അതൃപ്തിയുണ്ടെന്ന തരത്തിൽ വരുന്ന വാർത്തകൾ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സുധാകരൻ പാർട്ടി പരിപാടികൾക്ക് പോയതാണ് എന്നും എല്ലാവരുമായി നല്ല ബന്ധത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പാർട്ടിയുടെ അന്തിമ തീരുമാനത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നും എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ചെന്നിത്തല ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് മുഴുവനായി കണ്ടു നോക്കാം. ഈ ജി സുധാകരൻ അടക്കം നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പാർട്ടി വിടുകയാണ്. കേരളത്തിലെ സിപിഎം ഒരു തകർച്ചയെ നേരിടുകയാണ്. ഒരു കാലത്തുമില്ലാത്ത നിലയിൽ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകന്മാരും കൊഴിഞ്ഞു പോവുകയാണ്. ഇത് സിപിഎമ്മിനകത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് ജി സുധാകരൻ അവസാനിക്കില്ല. ഇനിയും പല നേതാക്കന്മാരും പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിർത്തിയുടെ ഭാഗമായിട്ടാണ് മടക്കാതെ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞൊരു സുഹൃത്ത് ശരത്തിനെ പോലെ തുടങ്ങാവ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രങ്ങളാണ് ഓരോ ദിവസക്കാലവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് ഭരണമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. തെരഞ്ഞെടുപ്പിൻ പ്രഖ്യാപിച്ച ശേഷം എത്ര നേതാക്കന്മാർ പാർട്ടി വിട്ടിരിക്കുന്നു. അപ്പോൾ ജി സുധാകരനെ പോലൊരു പ്രധാനപ്പെട്ട നേതാവ് താൻ അനുഭവിച്ച മനോവിഷമങ്ങൾ മുഴുവൻ തുടർന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബംഗാളിലെ പോലെ പാർട്ടി ശിഥിലമാകുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ആളുകൾ വരുമോ? സാധ്യതയുണ്ട്. സാർ, ഈ CC3 ഇവിടെ ഉണ്ട്. അദ്ദേഹം നിങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് CC3 കാര്യത്തിലെ നിലപാട്? എന്താണ് CC3 കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് തീരുമാനം എടുത്തില്ല. നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയെ നേരെ ചർച്ചകളുമായി മുന്നോട്ട് പോയതാണ്. അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തിട്ടില്ല. കെ സുധാകരൻ അതൃപ്തി പ്രകടിപ്പിച്ചൊന്നും മടങ്ങിയതില്ല. അദ്ദേഹം എന്തെങ്കിലും പാർട്ടി പരിപാടിക്ക് പോയാൽ തിരിച്ചു വരും. അങ്ങനെ അതൊക്കെ തെറ്റായ വാർത്തകളാണ്. കെ സുധാകരൻ പാർട്ടി ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഒരു പ്രശ്നവുമില്ല. എന്ത് പ്രശ്നമാണ്? ഈ എംപിമാർ മത്സരിക്കണമെന്നുള്ളതിൽ ഇപ്പൊ തീരുമാനം ഹൈക്കമാൻഡാണെന്ന് ഓൾറെഡി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്കത് മനസ്സിലാകാതെ പോകുന്നത്? ചില നേതാക്കൾക്ക് ആർക്കും മനസ്സിലാവാതില്ലല്ലോ. പാർട്ടി ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി തീരുമാനം എടുക്കും. ഐദർ വേ തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റുമോ? അത് പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ പാർട്ടി തീരുമാനത്തിന് വേണ്ടി നമുക്കെല്ലാം വെയിറ്റ് ചെയ്യാം. അത്രയല്ല. ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ടോ? ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ അല്ല. അതെല്ലാം പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ഒരു മീറ്റിംഗ് എങ്ങനെയാണ് സാർ? ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടോ? ഉച്ച ശശി തരൂരിന്റെ ജന്മദിനമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ? ആഗ്രഹം